വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫൂക്കോക്കിന് സമീപം ഉണ്ടായ ദാരുണമായ ബോട്ട് അപകടം ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും ഈ രാജ്യത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിനായി എത്തിയ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ മലയാളി ദമ്പതികളും ഉൾപ്പെട്ടതോടെ കേരളത്തിലും ഈ അപകടം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ ദുരന്ത വാർത്തയിൽ വിയറ്റ്നാം നിറയുമ്പോൾ ഒരു സത്യമുണ്ട്. അടുത്ത കാലത്തായി വിദേശയാത്ര കൊതിക്കുന്ന മലയാളികളുടെ പ്രിയ ഇടമാണ് വിയറ്റ്നാം. നിങ്ങൾ ടൂർ പാക്കേജ് നോക്കി ഇൻസ്റ്റയിലോ മറ്റു ഇറങ്ങിയാൽ 4ാമത്തെ റീലായി വിസിറ്റ് വിയറ്റ്നാം റീൽ വരും. എന്താണ് വിയറ്റ്നാമിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത്രയധികം മലയാളികൾ ഈ രാജ്യം തിരഞ്ഞെടുക്കുന്നത്? വിദേശയാത്ര ആഗ്രഹിക്കുന്ന മിക്ക മലയാളികളുടെയും ആദ്യ പരിഗണന ചിലവാണ്. അതാണ് വിയറ്റ്നാമിനെ ജനപ്രിയമാക്കുന്ന പ്രധാന കാരണം. തായ്ലൻഡ്, സിംഗപ്പൂർ, ബാലി തുടങ്ങിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് വിമാന ടിക്കറ്റ്, ഹോട്ടൽ, ഭക്ഷണം, പ്രാദേശിക യാത്ര എന്നിവയ്ക്ക് താരതമ്യേന കുറഞ്ഞ ചെലവാണ് ഇവിടെ. മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഏകദേശം 45,000 രൂപ മുതൽ 70,000 രൂപ വരെ ചെലവിൽ 5-6 ദിവസത്തെ യാത്ര പൂർത്തിയാക്കാൻ കഴിയും. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിയറ്റ്നാമിലേക്ക് ഈ വിസ ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷിക്കാം. എംബസിയിൽ നേരിട്ട് പോകേണ്ട ബുദ്ധിമുട്ടില്ല. വിസ നടപടികൾ താരതമ്യേന ലളിതമായതിനാൽ ആദ്യമായി വിദേശയാത്ര ചെയ്യുന്നവരും വിയറ്റ്നാം തിരഞ്ഞെടുക്കുന്നു. കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഹാനോയ്, ചോമിൻ സിറ്റി, ഡാനാങ്, ഫൂക്കോക്ക് എന്നിവിടങ്ങളിലേക്ക് എത്താൻ സൗകര്യമുണ്ട്. നിരവധി വിമാന സർവീസ് കാരണം ടിക്കറ്റ് നിരക്ക് പലപ്പോഴും ആകർഷകമാണ്. വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ വൈവിധ്യമാണ്. ഒരു വശത്ത് ലോക പ്രശസ്തമായ ഹാലോങ് ബേയും ആയിരക്കണക്കിന് ചുണ്ണാമ്പുകല്ല് ദ്വീപുകൾക്കിടയിലൂടെ നടത്തുന്ന ക്രൂയിസ് യാത്രയും, മറ്റൊരു വശത്ത് ഫൂക്കോക്കിലെ മനോഹരമായ ബീച്ചുകൾ, തെളിഞ്ഞ കടൽ, വാട്ടർ സ്പോർട്സ്, ആഡംബര റിസോർട്ടുകൾ, അതിനൊപ്പം ഫ്രഞ്ച് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, ചരിത്ര നഗരങ്ങൾ, മലനിരകൾ, കാപ്പിത്തോട്ടങ്ങൾ, നദീതീരങ്ങൾ എന്നിവയും വിയറ്റ്നാമിനെ വ്യത്യസ്തമാക്കുന്നു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്രാവൽ ബ്ലോഗുകൾ എന്നിവയും വിയറ്റ്നാമിന് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭക്ഷണവും ഷോപ്പിങ്ങും മറ്റൊരു പ്രധാന ആകർഷണമാണ്. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വിയറ്റ്നാം മികച്ച ഡെസ്റ്റിനേഷനാണ്. അതോടൊപ്പം ഇന്ത്യൻ റെസ്റ്റോറന്റുകളും രാജ്യത്തെ പല നഗരങ്ങളിലുമുണ്ട്. ഷോപ്പിംഗ്, കഫേകൾ, നൈറ്റ് മാർക്കറ്റുകൾ എന്നിവയും യുവാക്കളെ ആകർഷിക്കുന്നു. ക്രൂയിസ്, ബോട്ട് യാത്ര, കയാക്കിംഗ്, ട്രെക്കിംഗ്, ബീച്ച് ഹോളിഡേ, ചരിത്ര സ്മാരകങ്ങൾ, കഫേ സംസ്കാരം, ഓരോ തരത്തിലുള്ള യാത്രക്കാരനും ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ വിയറ്റ്നാം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഹണിമൂൺ യാത്രക്കാരും സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളും സോളോ ട്രാവലർമാരും ഒരുപോലെ ഈ രാജ്യം തിരഞ്ഞെടുക്കുന്നു. ഓർമ്മകൾ സമ്മാനിക്കാനാണ് ഓരോ യാത്രയും തുടങ്ങുന്നത്. എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിത ദുരന്തങ്ങൾ ആ ഓർമ്മകളെ വേദനയാക്കി മാറ്റും. ഫൂക്കോക്കിലെ ബോട്ട് അപകടം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. യാത്രകളെ സ്നേഹിക്കാം, ലോകം കാണാം, പക്ഷേ ഓരോ യാത്രയിലും സുരക്ഷയ്ക്ക് ആദ്യ പരിഗണന നൽകാൻ മറക്കരുത്.